സിയാദിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന കെ.എൻ. ബാലഗോപാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു പ്രതികരണം. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കുണ്ടറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ കുണ്ടറ സ്റ്റേഷനിൽ പലപ്പോഴും ഇത്തരം സംഗതികൾ ഉണ്ടാവുന്നതിൻ്റെ കാരണത്തിൽ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്മാരാണ്. പണ്ടും ഇത്തരം ചില കുപ്രസിദ്ധമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഈ കാര്യത്തിനകത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ കാണിച്ച ഈ പോലീസുകാരനായിട്ടുള്ള ആൾ കാണിച്ച തെറ്റ് സംബന്ധിച്ച് ഇപ്പം തന്നെ കാര്യങ്ങൾ അറിയാം. അവർ അന്വേഷണമൊക്കെ നടത്തിക്കോട്ടെ, പക്ഷേ അയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി നടപടി എടുക്കണമെന്നുള്ള ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചത്. കാരണം അയാളൊരു ഹാബിച്വൽ ക്രിമിനലാണെന്നാണ് ഈ സ്വഭാവം കാണുമ്പോൾ മനസ്സിലാവുന്നത്. കാര്യം ഒരു സംഭവമല്ല, വണ്ടിക്കകത്ത് കൊണ്ടിരുന്നു, അങ്ങനെ അടിക്കുന്നു. ഹാബിച്വലായിട്ട് ഇങ്ങനൊരു ക്രിമിനൽ സ്വഭാവമുള്ള ആളൊന്നും പോലീസിലുണ്ടാവുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള നടപടി കാണിച്ചിട്ടുള്ള ആളുകളുടെ പേരിൽ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി അന്വേഷണം നടത്തണം. ബാക്കി അന്വേഷണത്തിനൊക്കെ ഓർഡർ ഇട്ടിട്ടുണ്ട്. രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, ഈ സിയാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇപ്പോൾ കെ.എൻ. ബാലഗോപാൽ അടക്കമുള്ള നേതാക്കൾ കുണ്ടറ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ ഡിവൈഎഫ്ഐയും കുണ്ടറ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി DGPയുടെ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. എന്താണ് നിലവിലെ പുതിയ വിവരങ്ങൾ? അല്പസമയം മുമ്പ് കെ.എൻ. ബാലഗോപാൽ ഈ സിയാദിന്റെ വീട്ടിലുമെത്തി. അദ്ദേഹം ബന്ധുക്കളുമായി, സിയാദിന്റെ രക്ഷാകർത്താക്കളുമായി സംസാരിച്ചു. ഒരു മകൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ മകനെയാണ് കുടുംബത്തിന് നഷ്ടപ്പെട്ടത്. ഏക ആശ്രയമായിരുന്നു. ആ കുടുംബത്തെ ഇപ്പോൾ അനാഥമായ അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ സഹായിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം. ഒപ്പം സിയാദിന്റെ മരണത്തിന് നീതി ലഭിക്കണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാവണം. മാതൃകാ നടപടി ഉണ്ടാവണം. ഒരു ക്രിമിനലുകളും പോലീസിൽ പാടില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ നയം. അതിപ്പോഴും ഈ ഇടതുപക്ഷം മുഴുവനും, ഇടതുപക്ഷ പാർട്ടികളായാലും CPIM ആയാലും DYFI ആണെങ്കിലും ഇതേ നയം തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് ക്രിമിനലുകളെ വെച്ച് പൊറപ്പിക്കരുത്. ഇത് കഴിഞ്ഞ ഈ ഉത്സവ സീസണിലും ഈ ഉദ്യോഗസ്ഥർ തന്നെ അഴിഞ്ഞാടുന്ന സ്ഥിതി ഉണ്ടായി. പലർക്കും അതിന്റെ പരാതികൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അല്പം മുമ്പ് PC വിശ്വനാഥ് സംസാരിച്ചപ്പോഴും ഇതേ ഉദ്യോഗസ്ഥനെതിരെ തങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തേണ്ട ഗതികേടുണ്ടായതാണ്. തങ്ങളുടെ നേതാക്കളെ മർദ്ദിച്ച ആളുകൂടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് തന്നെ ഇയാളെ എല്ലാം ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല. സത്വര നടപടി സ്വീകരിക്കണം എന്നാണ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത്. എന്തായാലും കുടുംബം ഇപ്പോൾ അനാഥമായ അവസ്ഥയിൽ. ആ കുടുംബത്തെ ഏത് നിലയിലാണ് ഇനി സംസ്ഥാന ഗവൺമെന്റ് അവർക്ക് നീതി നൽകുക? അത് ഒരു ഭാഗത്ത് പോലീസിൽ നിന്നുള്ള നീതി ലഭിക്കണം. 2, ആ കുടുംബത്തിന്റെ സാമ്പത്തികമായി സഹായിക്കാനോ അല്ലെങ്കിൽ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ ഒരു പീഡനം, ആ മർദ്ദനത്തെ തുടർന്നാണ് സിയാദിന് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് കുടുംബത്തിന്റെ പരാതി. ആ പരാതിയുടെ പശ്ചാത്തലത്തിൽ സിയാദിന് നീതി ലഭ്യമാക്കുകയും ആ കുടുംബത്തിന് ഒരു ആശ്രയമായി ഗവൺമെന്റ് മാറണമെന്നുള്ളതാണ് കെ.എൻ. ബാലഗോപാൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. അവധി രാജ്കുമാർ, ഈ സിയാദിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയം നിലവിൽ ഡ്യൂട്ടിയിൽ ഇല്ലാതിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതെ, SI അതുൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിലവിൽ ഇപ്പോൾ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ, അദ്ദേഹം മറ്റൊരു സ്റ്റേഷനിലാണ് ട്രാൻസ്ഫർ ആയി പോയിരുന്നു. പക്ഷേ ഈ ഉദ്യോഗസ്ഥൻ ജൂൺ 16 തീയതി രാത്രി 12 മണിക്ക് ഈ സിയാദിനെ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഈ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത SI അതുലും ഉണ്ടായിരുന്നു. അതാണ് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒരു അർദ്ധരാത്രിയിൽ ഈ സമയത്ത് ശ്രീജിത്തിന്റെ വാക്കും കേട്ട് SI അതുൽ വന്നു? അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്യൂട്ടി ഇല്ലാത്ത ഒരാൾ എന്തിനു വന്നു എന്നുള്ള ഒരു വലിയ ചോദ്യം ഉയരുന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ആ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിക്കണം. ഇത് ഏതെങ്കിലും മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനാണോ, അല്ലെങ്കിൽ എന്തിന് ഇങ്ങനെ ഒരു പ്ലാൻ എക്സിക്യൂട്ടീവ് ചെയ്തു? ഏത് സമയത്ത് വിളിച്ചാലും ഈ സ്റ്റേഷനിലേക്ക് വരുന്ന അല്ലെങ്കിൽ വരാൻ കഴിയുന്ന ഒരു പ്രകൃതക്കാരനാണ് ഈ പറയുന്ന സിയാദ്. ഇതുവരെ നാളിതുവരെ ഒരു തരത്തിലും സിയാദിനെതിരെ ഒരു പരാതിയോ പോലീസ് കേസുകളോ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. നല്ല നിലയിൽ കുടുംബത്തെ സംരക്ഷിച്ച് കിട്ടുന്ന ആ ജോലിയിൽ ആ വരുമാനം നൽകി കുടുംബത്തെ പോറ്റുന്ന ആളായിരുന്നു. ആ സിയാദിനാണ് ഇപ്പോൾ നീതി വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത്. ഈ ASI അതുൽ, അതേപോലെ തന്നെ ശ്രീജിത്ത്, മറ്റു 2 ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഈ 4 പേർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് DYFIയുടെ ആവശ്യം. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സിയാദിന്റെ മരണത്തിൽ കർശന നടപടി വേണമെന്നാണ് ഇപ്പോൾ കെ.എൻ. ബാലഗോപാൽ അടക്കമുള്ള നേതാക്കളും കുടുംബവും ആരോപിച്ചിരിക്കുന്നത്. പോലീസുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം.